ബാക്കിയാണ് ഭഗവത്ദൂതൻ്റെ ബാക്കി. പിറ്റേന്ന് ഇളവെയിലോടുകൂടി സൂര്യൻ ഉദിച്ചപ്പോൾ സസ്യം വിളയുന്ന ഹേമന്തത്തിൻ്റെ ആദ്യ മാസത്തിൽ രേവതി നാൾ മൈത്രമുഹൂർത്തത്തിൽ കൃഷ്ണൻ പൂർവാന്ന കർമ്മങ്ങൾക്ക് ശേഷം ചമഞ്ഞൊരുക്കി ബ്രാഹ്മണരുടെ സ്വസ്തിവചനങ്ങൾ കേട്ടും കൊണ്ട് സൂര്യോപസ്ഥാനം ചെയ്ത് കാളയുടെ പുറത്തു തൊട്ട് ബ്രാഹ്മണരെ അഭിവാദ്യം ചെയ്ത് അഗ്നിയെ പ്രദക്ഷിണം വെച്ച് പുറപ്പെട്ടു. കൃഷ്ണൻ പിറ്റേന്ന് കാലത്തെ രാവിലെ പുറപ്പെട്ടു. ബ്രാഹ്മണരെ ദാരുകൻ ശൈബ്യ സുഗ്രീവ മേഘപുഷ്പവലാഹങ്ങളെ പൂട്ടി ശംഖചക്ര ഗദാദ്യായുധങ്ങൾ ഒരുക്കി വെച്ച് അലങ്കരിച്ച ഗരുഡധ്വജമായ തേർ കൊണ്ടുവന്നു. അനുകൂലങ്ങളായ ശുഭശകുനങ്ങളുണ്ടായി. കുന്തി മുതലായവരോട് അനാമയം ചോദിക്കണമെന്നേൽപ്പിച്ച് യുധിഷ്ഠിരൻ കൃഷ്ണനെ യാത്രയാക്കി. കുന്തിയോടൊക്കെ ചെന്ന് തങ്ങളുടെ വന്ദനം അറിയിക്കണമെന്ന് പറഞ്ഞ് കൃഷ്ണനെ യാത്രയാക്കി. കൃഷ്ണൻ പോകും വഴിക്ക് ഇരുവശവും മഹർഷിമാർ നിൽക്കുന്നത് കണ്ട് തേരിൽ നിന്നിറങ്ങി വണങ്ങി ജഗൽകുശലം ചോദിച്ച് അവരുടെ ഉദ്ദേശം അന്വേഷിച്ചു. കൃഷ്ണനെ ആലിംഗനം ചെയ്തുകൊണ്ട്, ഞങ്ങൾ യുദ്ധോദ്യരായ ക്ഷത്രിയരെ കാണാൻ ആഗ്രഹിക്കുന്നു. താങ്കളുടെ ധർമാധർമ്മ സഹിതമായ വാക്യം കേൾപ്പാനും ഞങ്ങൾ അവിടെ സഭയിൽ വരാം. ബ്രാഹ്മണരൊക്കെ പറയാണ്, ഞങ്ങൾ അങ്ങയെ കാണാൻ വേണ്ടി വന്നതാണ്. ഞങ്ങൾ അങ്ങയോടൊപ്പം ദുര്യോധന സദസ്സിലേക്ക് വരാം. അവിടെ വെച്ച് അങ്ങയുടെ ദൂത് കേൾക്കാനും അങ്ങയുടെ വാക്യങ്ങൾ കേൾക്കാനും ഞങ്ങൾ ആഗ്രഹിക്കുന്നു എന്നാണ്. കൃഷ്ണൻ എന്ന സന്ധ്യയ്ക്ക് മൃഗസ്ഥലത്തെത്തിപ്പാർത്തു. പിറ്റേന്ന് ഹസ്തിനപുരത്തിലേക്ക് ചെന്നു. കൃഷ്ണൻ്റെ വരവുണ്ടെന്ന് കേട്ട് നഗരമാകെ നന്നായി അലങ്കരിക്കപ്പെട്ടിരുന്നു. നഗരവാസികൾ അദ്ദേഹത്തെ എതിരേറ്റ് ചെന്നു. ഒരാളും വീട്ടിലിരുന്നില്ല. നഗരത്തിലെ തിരക്ക് കൊണ്ട് കൃഷ്ണൻ്റെ വേഗമേറിയ കുതിരകൾ പതുക്കെ നീങ്ങേണ്ടി വന്നു. കൃഷ്ണൻ ആദ്യം ധൃതരാഷ്ട്രഗൃഹത്തിലേക്ക് ചെന്നു. അവിടെ ഭീഷ്മദ്രോണാദികളെ വന്ദിച്ചു. ഗോദാനം മധുപർക്കം മുതലായ സൽക്കാരങ്ങൾ കൈക്കൊണ്ട് വിതുരഗൃഹത്തിൽ അച്ഛൻ പെങ്ങളായ കുന്തിയുടെ അടുക്കൽ ചെന്നു. കുന്തി അദ്ദേഹത്തെ കെട്ടിപ്പിടിച്ച് മക്കളെ ഓർത്ത് പൊട്ടിക്കരഞ്ഞു. മക്കളുടെ കഷ്ടപ്പാടുകൾ പേർത്തു പറഞ്ഞ് വിലപിക്കുന്നവരെ ആശ്വസിപ്പിച്ചതിന് ശേഷം അദ്ദേഹം പ്രഭാവമായ ദുര്യോധന ഗൃഹത്തിലേക്ക് ചെന്നു. രാജസഹസ്രാവൃതനായ ആ കുരുപുങ്കവനെ കണ്ടു. സഹസ്ര രാജാക്കന്മാരോട് കൂടിയിരിക്കുന്ന ആ ദുര്യോധനെ കണ്ടു. കൃഷ്ണൻ അർഘ്യപൂർവ്വം എതിരേറ്റിരുത്തി ഗോവിനെയും മധുപർക്കവും കാഴ്ചവെച്ചു. തൻ്റെ ഗൃഹവും രാജ്യവും സമർപ്പിച്ചു. എന്നിട്ട് ഭക്ഷണത്തിന് ക്ഷണിച്ചു. കൃഷ്ണൻ അത് കൈക്കൊള്ളാനായപ്പോൾ ചോദിച്ചു, ജനാർദ്ദന, താങ്കൾക്ക് ഉണ്ണാനും കുടിക്കാനും കിടക്കാനുമെല്ലാം ഞങ്ങൾ ഒരുക്കി വെച്ചത് സ്വീകരിക്കാത്തത് എന്താണ്? താങ്കൾ രണ്ടു കൂട്ടർക്കും സഹായം നൽകി. രണ്ടു കൂട്ടരുടെയും ഹിതത്തിൽ തൽപരനുമാണ്. അച്ഛൻ്റെ സംബന്ധിയും അദ്ദേഹത്തിന് ഇഷ്ടപ്പെട്ട ആളുമാണ്. താങ്കൾക്ക് ധർമാധർമ്മങ്ങളുടെ തത്വം അറിയുകയും ചെയ്യാം. ഇതിന് കാരണം എന്തെന്ന് കേട്ടാൽ കൊള്ളാം. എന്തുകൊണ്ടാണ് ഞങ്ങളുടെ ഭക്ഷണം സ്വീകരിക്കാത്തത്, ഞങ്ങളുടെ സദ്യ സ്വീകരിക്കാത്തത്, ഞങ്ങളുടെ ഉണ്ണാനും കുടിക്കാനും കിടക്കാനും ഞങ്ങൾ ഒരുക്കി വെച്ചവയൊന്നും അങ്ങ് സ്വീകരിക്കാത്തത് എന്ത് എന്ന് ചോദിക്കുകയാണ്. കൃഷ്ണൻ ഗംഭീര സ്വരത്തിൽ പറഞ്ഞു, ഭാരത, ദൂതന്മാർ കാര്യം സാധിച്ചിട്ടാണ് ഭക്ഷിക്കലും സർക്കാലമേൽക്കുകയും ചെയ്യുക. ഞാൻ വന്ന കാര്യം സാധിച്ചാൽ താങ്കൾക്ക് അമാത്യരോടുകൂടി എന്നെ സൽക്കരിക്കാമല്ലോ. താങ്കൾ വന്ന കാര്യം സാധിച്ചാലും ഇല്ലെങ്കിലും ഞങ്ങൾ താങ്കളെ സൽക്കരിക്കാൻ ആഗ്രഹിക്കുന്നു എന്ന് പറഞ്ഞു. അപ്പോൾ കൃഷ്ണൻ അതിന് കൂട്ടാക്കിയില്ല. കൃഷ്ണൻ പറഞ്ഞു, പ്രീതിയാൽ ഭക്ഷിക്കാവുന്നതും ആപത്തിൽ ഭക്ഷിക്കാവുന്നതുമായ ആഹാരം രണ്ട് വിധമാണ്. ഇഷ്ടം കൊണ്ട് ഭക്ഷിക്കുന്നതും ആപത്ത് കൊണ്ട് ഭക്ഷിക്കുന്നതും. അതാണ്. രാജാവേ, താങ്കൾക്ക് പ്രീതിയായിട്ടല്ല, ഞങ്ങൾ ആപത്തിലായിട്ടുമില്ല. താങ്കൾ ജന്മം മുതൽക്കേ പാണ്ഡവരെ അകാരണമായി വിദ്വേഷിക്കുന്നു. അവരോ ഗുണം തികഞ്ഞവരാണ് താനും. ഗുണവാന്മാരെ ദ്വേഷിക്കുന്ന ആൾ പുരുഷാധമനാണെന്ന് പറയപ്പെടുന്നു. അങ്ങനെയുള്ള ആൾ തരുന്ന ഭക്ഷണം ഉണ്ണാൻ വയ്യ. വിതുരൻ ഒരാളുടെ ഭക്ഷണമേ ഉണ്ണാവൂ എന്നെനിക്ക് തോന്നുന്നു. ഞാൻ വിതുരൻ തരുന്ന ഭക്ഷണം മാത്രമേ കഴിക്കൂ, അല്ല നിങ്ങളുടെ ഭക്ഷണം കഴിക്കില്ല എന്ന് പറഞ്ഞു. എന്നിട്ട് വിതുരഗൃഹത്തിൽ ചെന്ന് അദ്ദേഹം അന്നപാനങ്ങളെല്ലാം നൽകി അത് കഴിച്ചു. എന്നിട്ട് ആദ്യം ബ്രാഹ്മണരെ ഊട്ടിയ ശേഷം കൃഷ്ണൻ അകമ്പടിക്കാരോടുകൂടി ഭക്ഷണം കഴിച്ചു. വിതുര പറഞ്ഞു, കേശവ, അങ്ങയുടെ പുറപ്പാടത്ര പന്തിയായില്ല. ദുർബുദ്ധിയായ ദുര്യോധനൻ അങ്ങ് പറയുന്നതൊന്നും കേൾക്കാൻ പോകുന്നില്ല. അയാൾ പടയൊരുക്കം കൊണ്ട് കൃതാർത്ഥനായിരിക്കുകയാണ്. കർണനും ധാർത്തരാഷ്ട്രം കൂടി നിശ്ചയിച്ചിരിക്കുന്നു. ഭീഷ്മദ്രോണ കൃപന്മാരുടെ മുഖത്ത് നോക്കുവാൻ പോലും പാണ്ഡവർ മതിയാവില്ലെന്ന്. അങ്ങ് വന്ന് ശമത്തിന് പണിപ്പെട്ടാലും പാണ്ഡവർക്കൊന്നു പറഞ്ഞു കൊടുത്തുകൂടെന്നും ഒന്നും കൊടുത്തുകൂടെന്നും അവർ തീരുമാനിച്ചിരിക്കുന്നു. നല്ലത് പറഞ്ഞാലും തീയത് പറഞ്ഞാലും ഒരുപോലെ ആകുന്നിടത്ത് വിദ്വാൻമാരൊന്നും സംസാരിക്കരുത്. വിതുരര് പറഞ്ഞു കൊടുക്കുകയാണ്, നല്ലത് പറഞ്ഞാലും തീയത് പറഞ്ഞാലും ഒരേ ഫലമാണെങ്കിൽ വിദ്വാൻമാർ, ബോധമുള്ളവർ, വിവേകമുള്ളവർ അവിടെ മിണ്ടരുത്. അതാണ് നല്ലത്. കാരണം ഒരു ഗുണമില്ലെങ്കിൽ പിന്നെ സംസാരിക്കുന്ന എന്തിനാണ് എന്നാണ്. എന്നല്ല, ആ പാപികൾ അങ്ങയോടും പാണ്ഡവരോടും വിരോധമുള്ള രാജാക്കന്മാരെയെല്ലാം
ദുര്യോധനെ എന്തും ചെയ്യാൻ വേണ്ടി ഒരുങ്ങി വന്നിരിക്കുന്നിടത്തേക്ക് അങ്ങ് കയറി ചെല്ലുന്നതും എനിക്ക് താല്പര്യമില്ല. അതായത് അവിടെ ഒരുപാട് രാജാക്കന്മാർ വന്നിട്ടുണ്ട്. അവർ എന്താണ്, ദുര്യോധനൻ കൂട്ടി നിർത്തിയിരിക്കുന്ന രാജാക്കന്മാരാണ്, ദുര്യോധനൻ സംഘടിപ്പിച്ച് വെച്ചിരിക്കുന്ന രാജാക്കന്മാരാണ്. അങ്ങ് ഒറ്റയ്ക്ക് കയറി ചെല്ലുന്നതിനോടും എനിക്ക് താല്പര്യമില്ല. പാണ്ഡവരോടുള്ളതിലധികം പ്രീതി എനിക്ക് അങ്ങയോടുണ്ട്. ആ പ്രേമം കൊണ്ട് ബഹുമാനം കൊണ്ടുമാണ് ഞാൻ പറയുന്നത് എന്ന് വിതുരർ പറഞ്ഞു. കൃഷ്ണൻ പറഞ്ഞു, ബുദ്ധി സാമർഥ്യവുമുള്ള സുഹൃത്തിനോട് പറയേണ്ടത് തന്നെയാണ് താങ്കൾ എന്നോട് പറഞ്ഞത്. അതായത് അങ്ങോട്ട് കയറി ചെല്ലരുത്, അവിടെ രാജാക്കന്മാരെ എല്ലാം കൂട്ടി വെച്ചുകൊണ്ട് അങ്ങയെ ദ്രോഹിക്കാൻ കാത്തു നിൽക്കുകയാണ് ദുര്യോധനൻ എന്നൊരു സൂചന വിതുരർ കൊടുത്തത് നന്നായി എന്നാണ് പറഞ്ഞത്. ധാർത്തരാഷ്ട്രയുടെ ദുർബുദ്ധിയും രാജാക്കന്മാരുടെ വൈരവുമെല്ലാം അറിഞ്ഞുകൊണ്ട് തന്നെയാണ് ഞാൻ വന്നത്. ഭൂമിയാകെ മൃത്യുപാശത്തിൽ പെട്ടിരിക്കുന്നത് അഴിച്ചുവിടുവാൻ ഒരാൾക്ക് സാധിച്ചാൽ വലിയ പുണ്യമാണ്. ഒരാൾ ധർമ്മകാര്യത്തിന് വേണ്ടി ശ്രമിച്ചിട്ട് കാര്യം നേടിയില്ലെങ്കിൽ കൂടി ആ പുണ്യം അയാൾക്കും കിട്ടും. അതുകൊണ്ട് കുരുപാഞ്ചാലന്മാർക്ക് ശമം വരുത്താൻ ഞാൻ കാപട്യമില്ലാതെ യത്നിക്കണം. ഒടുക്കത്തെ കൈന് കുടുംബം പിടിച്ച് വലിച്ചിട്ട് പോലും മിത്രത്തെ അക്കാര്യത്തിൽ നിന്ന് പിന്തിരിപ്പിച്ചാൽ അയാൾ അപഖ്യാതി കൂടാതെ കഴിക്കാം. ഞാൻ ഹിതത്തിന് വേണ്ടി ശ്രമിച്ചിട്ട് ദുര്യോധനൻ ശങ്കിക്കുകയാണെങ്കിലും എൻ്റെ ഹൃദയത്തിന് പ്രീതി കിട്ടും, കടവും തീരും. കുരുപാണ്ഡവർ കയർക്കുമ്പോൾ കൃഷ്ണൻ കഴിവുണ്ടായിട്ടും തടഞ്ഞില്ലല്ലോ എന്ന് മൂഢന്മാരും ശത്രുക്കളും പറയരുത്. നാളെ ആൾക്കാർ പറയും, ഈ ഭഗവാൻ അവിടെ ഉണ്ടായിട്ടും ഈ കൗരവരും പാണ്ഡവരും കൂടെ അടികൂടാൻ പോയപ്പോൾ ഒന്ന് തടയാൻ പോലും ഇദ്ദേഹം ശ്രമിച്ചില്ലല്ലോ എന്ന് പറയരുത്. അതുകൊണ്ട് ഞാൻ പോന്നു എന്നാണ്. ഞാൻ കോപിച്ചാൽ എൻ്റെ നേരിട്ട് നിൽക്കുന്നവൻ മുഴുവൻ രാജാക്കന്മാരും ഒത്തുകൂടിയാലും മതിയാവില്ല. ഇതിൻ വിധം ആ ബുദ്ധിമാന്മാർ തമ്മിൽ സംസാരിച്ചുകൊണ്ട് ആ രാത്രിയും കഴിഞ്ഞു. പിറ്റേന്ന് കൃഷ്ണൻ നേരെ അവിടെ ചെന്ന് കൊട്ടും മേളവുമായി യാത്ര സഭാദ്വാരത്തിലെത്തി. കൃഷ്ണൻ തേരിൽ നിന്നിറങ്ങി വിതുരരുടെയും സാത്വികയുടെയും കൈപിടിച്ച് സ്വന്തം സ്ത്രീ കൊണ്ട് കുരുക്കളെ മൂടിക്കൊണ്ട് സഭയിലേക്ക് ചെന്നു കയറി. ധൃതരാഷ്ട്രോട് കൂടി ആ രാജസദസ് മുഴുവൻ എഴുന്നേറ്റേറ്റു. യഥോചിതമായ അഭിവാദന ഭാഷണങ്ങൾക്ക് ശേഷം കൃഷ്ണൻ അന്തരീക്ഷത്തിൽ മഹർഷിമാർ വന്ന് നിൽക്കുന്നത് കണ്ട് ഭീഷ്മരോട് പറഞ്ഞു, നമ്മുടെ ഈ ഭൂമിയിലെ സഭ കാണുവാൻ ഋഷിമാർ എഴുന്നള്ളിയിരിക്കുന്നു. അവരെ സൽക്കരിച്ചിരുത്തുക. അവരിരിക്കാതെ നാം ഇരുന്നുകൂടാ. ഭീഷ്മർ അതിന് ഏർപ്പാട് ചെയ്തു. ഋഷിമാരിരുന്നു, കൃഷ്ണനും ഇരുന്നു, രാജാക്കന്മാരെല്ലാവരും ഇരുന്നു. കൃഷ്ണൻ്റെ കൈക്കൽ തന്നെ ഒരേ ഇരിപ്പിടത്തിൽ കർണദുര്യോധനന്മാരുമിരുന്നു. വിതുരർ മാന്തോൾ വിരിച്ച മണിപീഠത്തിൽ കൃഷ്ണാസനത്തെ തൊട്ടുകൊണ്ടുമിരുന്നു. കായാമ്പൂ നിറം തിരണ്ട മഞ്ഞപ്പട്ടുടയാട താർത്തിയ കൃഷ്ണൻ ആ സഭാമധ്യത്തിൽ സ്വർണത്തിൽ പതിച്ച രത്നം പോലെ പരിശോഭിച്ചു. എല്ലാവരുടെയും മനസ്സ് കൃഷ്ണനിൽ തന്നെയായിരിക്കുന്നത് കൊണ്ട് ആരും ഒന്നും ശബ്ദിക്കാതെ ഇരിപ്പായി. കൃഷ്ണൻ ദുന്ദുഭി സ്വരത്തിൽ ധൃതരാഷ്ട്രം നോക്കി പറഞ്ഞു, ഭാരതവീരന്മാരായ കുരുക്കൾക്കും പാണ്ഡവർക്കും തമ്മിൽ എളുപ്പത്തിൽ ശമമുണ്ടാക്കാമെന്ന് വെച്ചാണ് ഞാൻ ഈ യത്നത്തിന് വന്നത്. അറിയേണ്ടതെല്ലാം അറിഞ്ഞിട്ടുള്ള അങ്ങയോട് ശ്രേയസ്സിനായി മറ്റൊന്നും പറയേണ്ടതില്ല. സുതവൃത്ത സമ്പന്നമായ കുരുവംശം മറ്റേത് രാജ്യത്തെക്കാളും കവിഞ്ഞു നിൽക്കുന്നു. ഇങ്ങനെയുള്ള ഈ രാജവംശത്തിൽ അങ്ങ് കാരണത്താൽ അനുചിതമായ ഒന്നും നടക്കരുത്. അങ്ങനെ ഉണ്ടായി വന്ന ഈ ഘോരാപത്ത് എന്ന് പറഞ്ഞാൽ അങ്ങയുടെ മക്കൾ ഉണ്ടാക്കി വച്ചിരിക്കുന്ന ഈ ആപത്ത് ശമിപ്പിക്കണമെന്നാണ് എൻ്റെ ആഗ്രഹം. അങ്ങയുടെ ആജ്ഞപുത്രന്മാർ കേൾക്കണം. അവരുടെ എത്ര ബലവത്തായ ഹിതവും അങ്ങയുടെ ശാസനത്തിന് കീഴിൽ നിൽക്കണം. അങ്ങ് അച്ഛനാണല്ലോ, അങ്ങ് അവരെ ശാസിക്കണം. അവരങ്ങയുടെ ശാസനത്തിന് കീഴിൽ നിൽക്കണം. അതുകൊണ്ട് അങ്ങയ്ക്ക് ശ്രേയസ്സേ ഉള്ളൂ എന്ന് പറയുന്നു. അവർ നേടുന്ന ഭൂമി കൂടി അങ്ങയ്ക്ക് അനുഭവിക്കാം. യുദ്ധത്തിലാകട്ടെ വലിയ നാശമേ ഉള്ളൂ. രണ്ട് ഭാഗത്ത് നാശം വരുത്തിക്കൂടുന്നതിൽ എന്ത് ധർമ്മമുണ്ട്? പാണ്ഡവരോ അങ്ങയുടെ പുത്രന്മാരോ കൊല്ലപ്പെട്ടിട്ട് എന്ത് സുഖം കിട്ടാനുണ്ട് എന്ന് പറഞ്ഞ് അദ്ദേഹം ശമം പറയുകയാണ്. അങ്ങ് നിൽക്കുന്ന നിലയ്ക്ക് നിന്നാലേ ഇവർ ശേഷിക്കൂ. ഈ രാജാക്കന്മാർ നന്മയോട് തമ്മിലിണങ്ങി ഒരുമിച്ചൊരു സദ്യയും കഴിച്ച് സുഖരംഗങ്ങൾ മടങ്ങിപ്പൊക്കോട്ടെ. അങ്ങയ്ക്ക് പാണ്ഡവരിലുണ്ടായിരുന്ന സ്നേഹമുണ്ടല്ലോ, അത് ഈ ആയുക്ഷയം നേരിട്ട ഘട്ടത്തിലും മേലിലും ഉണ്ടാവട്ടെ. അവർ കൊച്ചുകുട്ടികളായിരിക്കെ അച്ഛൻ മരിച്ചു പോയിട്ട് അങ്ങാണ് അവരെ വളർത്തിപ്പോന്നത്. വ്യസനാവസരങ്ങൾ വിശേഷിച്ചും അവരെ അങ്ങ് രക്ഷിക്കേണ്ടതാണ്. പാണ്ഡവന്മാർ അഭിവാദ്യം ചെയ്ത് അങ്ങയെ അറിയിക്കുന്നു. വലിയച്ഛൻ കരാർ അനുസരിച്ച് നടക്കുമെന്ന് വെച്ചാണ് ഞങ്ങൾ 13 കൊല്ലം കരാറിൻപടി കാട്ടിൽ കഷ്ടിച്ച് കഴിച്ചത്. ഞങ്ങളെ രക്ഷിക്കുമാറാകണം. അങ്ങയോട് അച്ഛനമ്മമാരെ പോലെ ഞങ്ങളോട് അച്ഛനമ്മമാരെ പോലെ പ്രവർത്തിക്കുമാറാകണം. ഞങ്ങൾക്ക് പിഴച്ചു പോയിട്ടുണ്ടെങ്കിൽ വലിയച്ഛൻ നേർവഴിക്കാക്കണമല്ലോ എന്ന് അവർ ഈ പരീക്ഷത്തിനോടും പറയുന്നു. ധർമ്മജ്ഞരായ സദസ്യരുടെ അടുക്കൽ അനൗചിത്യം പിണയരുത്. അധർമ്മത്തിൻ്റെ ഇത്തേറ്റ് സഭയിൽ പ്രവേശിച്ച ധർമ്മത്തിൻ്റെ ശല്യം പൊക്കിക്കൊടുത്തില്ലെങ്കിൽ കേട് സദസ്യർക്കാണ്. അതുകൊണ്ട് രാജാവേ, അങ്ങയ്ക്കിനി കൊടുക്കാമെന്നല്ലാതെ മറ്റെന്തു പറയാം?
സഭയിലുള്ള രാജാക്കന്മാർ ധർമാർത്ഥങ്ങൾ ചിന്തിച്ചു പറയട്ടെ. ഞാൻ സത്യമല്ലേ പറയുന്നതെന്ന്. അജാതശത്രു സജ്ജനധർമ്മത്തിൽ നിൽക്കുന്നവനാണെന്നും അങ്ങയോടും പുത്രന്മാരോടും എങ്ങനെ പെരുമാറുന്നു എന്നും അങ്ങയ്ക്കറിയാം. പണ്ട് അദ്ദേഹം നാടുകടത്തപ്പെട്ടു, തീയിലിരിക്കപ്പെട്ടു. എന്നിട്ടും അങ്ങയെ തന്നെ വന്ന് ആശ്രയിച്ചു. അങ്ങ് തന്നെയാണ് അദ്ദേഹത്തെ ഇന്ദ്രപ്രസ്ഥത്തിൽ വാഴിച്ചത്. അദ്ദേഹമാകട്ടെ അവിടെ വാണ് എല്ലാ രാജാക്കന്മാരെയും കീഴടക്കിയിട്ടും അങ്ങയ്ക്ക് വഴങ്ങി നിൽക്കുകയല്ലാതെ തെറ്റ് നടന്നിട്ടില്ല. അതായത് ഇന്ദ്രപ്രസ്ഥം കൊടുത്തിട്ടും സർവ്വ രാജാക്കന്മാരുടെയും ചക്രവർത്തിയായിട്ടും ധർമ്മപുത്രർ ഒരിക്കലും പോലും ദുര്യോധനെ തോൽപ്പിക്കണമെന്നോ ദുര്യോധൻ്റെ മേൽ പരാക്രമം കാട്ടണമെന്നോ വിചാരിച്ചിട്ടില്ല എന്നാണ്. അങ്ങനെയിരുന്നെങ്കിൽ അദ്ദേഹത്തിൻ്റെ രാഷ്ട്രവും ധനാധാന്യവും അപഹരിക്കാനാണ് ശകുനി ഊക്കൻ കള്ളപ്പണി ചെയ്തത്. യുധിഷ്ഠിരനോ ആ നിലയിലായിട്ടും ദ്രൗപദിയെ സഭയിൽ കൊണ്ടുവരുന്നത് കണ്ടിട്ടും ക്ഷത്രിയ ധർമ്മത്തിൽ നിന്നിളങ്ങിയില്ല. ഞാൻ അങ്ങയ്ക്കും അവർക്കും ശ്രേയസിച്ചിരിക്കുന്നു. പ്രജകളുടെ ധർമ്മവും അർത്ഥവും സുഖവും നശിപ്പിക്കരുതേ എന്ന് പറഞ്ഞു. അങ്ങയ്ക്ക് പഥ്യമായത് ചെയ്യൂ എന്നും പറഞ്ഞു. മഹാത്മാവായ കൃഷ്ണൻ ഇങ്ങനെ പറഞ്ഞു വന്നപ്പോൾ സദസ്യരൊക്കെ രോമാഞ്ചം കൊണ്ട് സ്തംഭിച്ചിരിപ്പായി. ഇതിനപ്പുറം ആർക്കെന്ത് പറയാൻ കഴിയുമെന്ന് വിചാരിച്ച എല്ലാ രാജാക്കന്മാരും എല്ലാവരും കൃഷ്ണനെ അഭിനന്ദിച്ചു. കൃഷ്ണൻ ഇങ്ങനെ പറഞ്ഞത്. പക്ഷെ കൃഷ്ണൻ അമർഷണനായ ദുര്യോധൻ്റെ നേർക്ക് തിരിഞ്ഞു മധുരമായി പറഞ്ഞു. ദുര്യോധന, ഞാൻ താങ്കൾക്കൊക്കെ നല്ലത് പറയുന്നത് കേൾക്കൂ. മഹാപ്രാജ്ഞ, കുലത്തിൽ ജനിച്ച് ശ്രുതവൃത്ത സമ്പന്നരായ താങ്കളത് ചെയ്യുകയും വേണം. താങ്കളിപ്പോൾ ചെയ്യാൻ കരുതുന്ന ദുഷ്കുലത്തിൽ ജനിച്ച നൃശംസന്മാർക്ക് ചേർന്നതാണ്. അളവറ്റ നരഹത്യകൾ നടത്തുന്നത് കൊടിയ അധർമ്മമാണ്. പാണ്ഡവരോട് സന്ധിയാകൂ. അച്ഛൻ്റെയും അമ്മയുടെയും ശാസനത്തിൽ നിൽക്കൂ. അച്ഛൻ ഇതിന് സമ്മതമാണ്. താങ്കൾ സമ്മതിക്കൂ. താങ്കൾ ആ വീരന്മാരോട് പിണങ്ങി അശിഷ്ടരും അസമർത്ഥരും മൂഢന്മാരുമായ അന്യരിൽ നിന്ന് രക്ഷ നേടുകയാണ്. താങ്കൾ ജന്മം മുതൽക്കേ പാണ്ഡവരെ ദ്രോഹിച്ചു പോന്നു. എന്നിട്ട് ഒരിക്കലും അവർ കോപിച്ചിട്ടില്ല. നല്ല നിലയ്ക്കേ പെരുമാറിയിട്ടുള്ളൂ. താങ്കളും ആ വിധം ചെയ്യൂ. സ്വന്തം ഉറ്റ ബന്ധുക്കളോട് കറയരുത്. അർത്ഥകാമങ്ങൾ ധർമ്മം കൊണ്ടേ നേടാൻ കഴിയൂ. താങ്കളാകട്ടെ ആ വഴിക്കല്ല ആധിപത്യം കാക്ഷിക്കുന്നത്. പാണ്ഡവർ ജയിച്ചു നേടിയ ഭൂമി അനുഭവിച്ചും കൊണ്ട് താങ്കൾ അവരെ പിന്തള്ളി അന്യരിൽ നിന്ന് രക്ഷ നേടുന്നു. ദുശാസനും കർണനും ശകുനിയും ഒന്നും താങ്കൾക്ക് ധർമാർത്ഥങ്ങൾ പറഞ്ഞു തരാൻ പോരാ. പരാക്രമത്തിലും അവർ പാണ്ഡവരെ നേരിടാൻ പോരാ. ഈ വന്നുകൂടിയ രാജാക്കന്മാരും ഭീഷ്മദ്രോണാദികളും ആരും ഭീമാർജുനന്മാരോട് എതിർക്കുകയില്ല. ഇവർക്കിടയിൽ അർജുനനോട് യുദ്ധം ചെയ്ത് നന്മയോടെ ഗൃഹം പോകുന്ന ഒറ്റ ഒരാളെങ്കിലും ഉണ്ടാകുമോ എന്നൊക്കെ പറഞ്ഞ് ദുര്യോധനെ പലതരത്തിലും ഭയപ്പെടുത്തിയിട്ടും അല്ലാതെയും ഒക്കെ പ്രീതിപ്പിക്കാൻ നോക്കുകയാണ്. അവരൊന്നും താങ്കൾക്ക് വേണ്ടി മരിക്കുവാൻ പോവുകയാണെന്ന് പറയുന്നു. പാണ്ഡവൻ താങ്കളെ തന്നെ യുവരാജാവായി വാഴിക്കും. നിങ്ങൾ അവർക്ക് 5 രാജ്യം കൊടുത്താലും അല്ലെങ്കിൽ താങ്കൾ അവർക്ക് അർദ്ധരാജ്യം കൊടുത്താലും താങ്കളെ തന്നെ യുവരാജാവായി വാഴിക്കും. മഹാരാജാവായിട്ട് ധൃതരാഷ്ട്രീ ഒരുങ്ങി വരുന്ന ആ സ്ത്രീയെ അവഗണിക്കാതിരിക്കൂ. പാണ്ഡവർക്ക് പകുതി കൊടുത്ത് താങ്കൾക്ക് വലിയ ശ്രീ നേടാം. നല്ലതേ വരികയും ചെയ്യും എന്ന് പറഞ്ഞു. എന്നിട്ട് കൃഷ്ണനെ അനുകൂലിച്ചുകൊണ്ട് പലരും പറഞ്ഞിട്ടും ദുര്യോധനൻ എന്ത് ചെയ്തില്ല, ഇതിനൊന്നും വഴങ്ങിയില്ല. എന്നിട്ട് അദ്ദേഹം പറഞ്ഞു, പാണ്ഡവർ സ്വച്ഛയാ ചൂതുകളിച്ച ശകുനിയോട് തോറ്റുപോയി. അതിലെന്ത് ഞാൻ പിഴച്ചു? ഞങ്ങൾക്ക് കിട്ടിയതെല്ലാം അവർ സമ്മതിച്ച് പണയം വെച്ചതാണ്. അശക്തരായവരിപ്പോൾ എന്തു കുറ്റത്തിനാണ് ഞങ്ങളോട് ശത്രുക്കളോടെന്ന പോലെ കയർക്കുന്നത് എന്ന് പറയുന്നു. എന്നിട്ട് അവസാനം പറയുന്നു, കൂർത്ത സൂചിമുന കൊണ്ട് കുത്തുവാൻ വേണ്ട സ്ഥലം പോലും ഞങ്ങൾ പാണ്ഡവർക്ക് വിട്ടുകൊടുക്കില്ല. ഒരു സൂചി കുത്താനുള്ള ഇടം പോലും ഞാൻ പാണ്ഡവർക്ക് വിട്ടുകൊടുക്കില്ല എന്ന് പറയുകയാണ്. പിന്നെ അപ്പോൾ കൃഷ്ണന് ക്രോധത്താൽ കൺകലങ്ങിക്കൊണ്ട് ദുര്യോധനോട് പറഞ്ഞു, വീരശയനത്തിൽ കിടക്കാം, താങ്കളുടെ അഭിലാഷ സാധിക്കും. അമാത്യരോട് കൂടി ഉറച്ചു നിന്നോളൂ. വലിയൊരു കലാപം വരാനിരിക്കുന്നു. എന്നാൽ താങ്കൾ പാണ്ഡവരോട് കുറ്റം ചെയ്തിട്ടില്ലെന്ന് വിചാരിക്കുന്നുണ്ടല്ലോ, അതെല്ലാം കേട്ടുകൊള്ളുക. പണ്ട് കുട്ടിക്കാലം മുതൽ ഭീമന് വിഷം കൊടുത്തത്, പാമ്പുകളെ കൊണ്ട് കടുപ്പിച്ചത്, അരക്കില്ലം, കള്ളച്ചൂത്, ദ്രൗപദിയെ സഭയിലിറക്കി അപമാനിച്ചത് മുതലായി പഴയ കഥകളൊക്കെ എടുത്തെടുത്ത് പറഞ്ഞുകൊണ്ട്, അത് സദസ്യർ കേൾക്കുന്നതിന് വേണ്ടി കൂടിയാണ് കേട്ടോ. തുടർന്നു, ഇങ്ങനെ നൃശംസനെ പോലെ പാണ്ഡവരോട് പല കാര്യങ്ങളും ചെയ്തിട്ട് താങ്കളിപ്പോൾ അത് നിഷേധിക്കുകയാണ്. ആര് പറഞ്ഞിട്ട് ശമത്തിന് വഴങ്ങുന്നില്ല. ബുദ്ധിലാഘവുമില്ലാതെ മറ്റെന്താണ്? രാജാവേ, സുഹൃത്തുക്കളുടെ വാക്ക് കേൾക്കാഞ്ഞാൽ നല്ലത് വരികയില്ല. താങ്കൾ അധർമ്മ്യവും അശസ്യവുമാണ് ചെയ്യുന്നത് എന്ന് പറഞ്ഞു. ദുശാസനൻ അപ്പോഴത്തേക്ക് അതിൻ്റെ ഇടയിൽ ചാടി വീണു. അങ്ങ് സ്വേച്ഛയാ പാണ്ഡവരോട് സന്ധിയായില്ലെങ്കിൽ കൗരവന്മാരങ്ങേ
ദുര്യോധനോട് ദുശാസനം പറയുകയാണ്, രാജാവേ, അങ്ങ് സ്വേച്ഛയാ പാണ്ഡവരോട് സന്ധിയായില്ലെങ്കിൽ കൗരവന്മാർ അങ്ങേ പിടിച്ചു കെട്ടി യുധിഷ്ഠിരന് കൊടുക്കുമ്പോൾ കർണനെയും ജ്യേഷ്ഠനെയും എന്നെയും ഈ 3 പേരെയാണത്രേ ഭീഷ്മദ്രോണാദികളും അച്ഛനും കൂടി പാണ്ഡവരെ ഏൽപ്പിക്കുക. കളിയാക്കി പറയുകയാണ് ദുശാസനൻ. ദുര്യോധന കേട്ടോളൂ, ഇവരെല്ലാവരും കൂടെ നമ്മളെ 3 പേരെയും കൂടെ പിടിച്ചു കെട്ടി കർണനെയും ജ്യേഷ്ഠനെയും എന്നെയും പിടിച്ചു കെട്ടി ഭീഷ്മരും ദ്രോണരും ഒക്കെ കൂടെ പാണ്ഡവർക്ക് കൊടുക്കും പോലും എന്നാണ്. ദുര്യോധനൻ ക്രുദ്ധനായി വൻപാമ്പിനെ പോലെ നെടുവീർപ്പിട്ടുകൊണ്ട് സഭയിൽ എഴുന്നേറ്റ് നിന്ന് എല്ലാവരെയും അനാദരിച്ച് നടന്നുപോയി. അവിടെ സദസ്സിൽ നിന്ന് ഇവരെ എല്ലാവരെയും ഒഴിവാക്കി ദുര്യോധനൻ എഴുന്നേറ്റ് പോയി, സദസ്സ് ഉപേക്ഷിച്ചു പോയി. ഈ ബുദ്ധിഹീനനായ രാജാവിനെ ഒതുക്കി നിർത്താത്തത് എല്ലാ കുരുവൃദ്ധന്മാരും ചെയ്യുന്ന വലിയൊരു കെടുകാര്യമാണ് എന്ന് കൃഷ്ണൻ അവരെ വഴക്ക് പറഞ്ഞു. നിങ്ങൾ സമ്മതമാവുമെന്ന് വെച്ചാണ് ഞാൻ ഹിതം പറയുന്നത്. ഹംസൻ വൃദ്ധനായ അച്ഛൻ ജീവിച്ചിരിക്കെ ഐശ്വര്യം അപഹരിച്ചു. ബന്ധുക്കൾ അയാളെ ഉപേക്ഷിച്ചു. ബന്ധുക്കളുടെ ഹിതത്തിന് വേണ്ടി ഞാൻ അയാളെ കൊല്ലുകയും ചെയ്തു. യാദവന്മാർ കുലത്തിന് വേണ്ടി കംസൻ ഒരുത്തനെ ഉപേക്ഷിച്ചു സുഖിച്ചിരിക്കുന്നു. പണ്ട് പരമേഷ്ഠിയായ പിതാമഹനും ദേവാസുര മത്സരത്തിൽ ലോകനാശം ശങ്കിച്ച അസുരന്മാരെ പിടിച്ചു കെട്ടുവാൻ കൽപ്പിക്കുകയുണ്ടായി. കൃഷ്ണൻ പറയുകയാണ്, ഇതിൽ ഒരുത്തനാണ് കൊള്ളരുതാത്തവൻ, ദുര്യോധനൻ മാത്രം. അപ്പോൾ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഞങ്ങളുടെ പക്ഷത്തേക്ക് ചേർന്നുകൊണ്ട് ദുര്യോധനെ ഒറ്റപ്പെടുത്താം. അങ്ങനെയാണ് കംസനെ ഞങ്ങൾ വധിച്ചത് എന്ന് പറയുന്നുണ്ട്. അതുപോലെ ഈ 4 പേരെയും പിടിച്ചു കെട്ടി പാണ്ഡവരെ ഏൽപ്പിക്കുക എന്ന് പറഞ്ഞു. അതാണ് നിങ്ങൾക്ക് നല്ലത് എന്ന് പറഞ്ഞു. കൃഷ്ണനപ്പോൾ ഇതെല്ലാം പറഞ്ഞിട്ട് പിന്നെ ഗാന്ധാരിയെ കൂട്ടിക്കൊണ്ടുവരൂ വിതുരരോട് പറഞ്ഞു. ധൃതരാഷ്ട്രത് കേട്ടപ്പോൾ ഭയം വന്നു. അദ്ദേഹം പറഞ്ഞു, ഞാൻ ഒന്നിനും ആളല്ല എന്ന് പറഞ്ഞു. ഗാന്ധാരിയെ കൂട്ടിക്കൊണ്ടുവരൂ, അവളോടുകൂടി ദുർബുദ്ധിയെ നേരെയാക്കാൻ നോക്കട്ടെ എന്ന് പറഞ്ഞു. അപ്പോൾ ഗാന്ധാരി വന്നു. ഗാന്ധാരിയും എന്ത് ചെയ്തു, ഇത് ആദ്യം ധൃതരാഷ്ട്രയെ കുറച്ച് ചീത്ത പറഞ്ഞു. നിങ്ങളാണ് ഇവനെ ഇങ്ങനെ ദുർബുദ്ധിയോടുകൂടി നടക്കാൻ പ്രേരിപ്പിച്ചതെന്ന് പറഞ്ഞ് കുറ്റപ്പെടുത്തി. ഇനി അവനെ നന്നാക്കുക അങ്ങേക്ക് സാധ്യമല്ല എന്ന് പറഞ്ഞു. അവന് രാജ്യം കൊടുത്തതിൻ്റെ ഫലമാണ് അങ്ങിന്ന് അനുഭവിക്കുന്നതെന്ന് കുറ്റപ്പെടുത്തി. ദുര്യോധനെ കൂട്ടിക്കൊണ്ടുവന്നു. ക്രോധം കൊണ്ട് കണ്ണുകിളങ്ങി നെടുവീർപ്പിട്ടും കൊണ്ട് വന്നെത്തിയ അയാളോട് ഗാന്ധാരി വളരെയെല്ലാം പറഞ്ഞു നോക്കി. അയാളാകട്ടെ അരിശത്താൽ അതൊന്നും വകവയ്ക്കാതെ, ഒന്നും മറുപടി പറയാതെ അകൃതാത്മാക്കളുടെ അരികിലേക്ക് തന്നെ തിരിച്ചു നടന്ന് അവരെല്ലാവരും കൂടി കൃഷ്ണൻ ധൃതരാഷ്ട്രോടും ഭീഷ്മരോടും കൂടി പെട്ടെന്ന് തങ്ങളെ പിടികൂടും മുമ്പേ തങ്ങൾ അദ്ദേഹത്തെ പിടിച്ചു കെട്ടണമെന്ന് ആലോചിച്ചു. അതായത് ഇവരെല്ലാവരും കൂടെ ശരിക്കും തങ്ങളെ പിടിച്ചു കെട്ടി പാണ്ഡവർക്ക് കൊടുക്കും, കൃഷ്ണന് കൊടുക്കുമെന്നൊരു തോന്നൽ വന്നു. അതിനു മുമ്പ് കൃഷ്ണനെ പിടിച്ചു കെട്ടാമെന്ന് വിചാരിച്ചു. കൃഷ്ണൻ പിടിയിൽപ്പെട്ടാൽ പാണ്ഡവർ പല്ലു പറിച്ച പാമ്പുകളെപ്പോലെ നിരുത്സാഹരാവുകയും ചെയ്യുമല്ലോ. സാത്വികി പെട്ടെന്ന് തന്നെ ഇവരെ മനസ്സിലാക്കി. അപ്പോൾ പിടിച്ചു കെട്ടണമെങ്കിൽ പിടിച്ചു കെട്ടട്ടെ എന്നാണ് കൃഷ്ണൻ പറഞ്ഞത്. ഞാൻ ഇവരെ പിടിച്ച് പാണ്ഡവർക്ക് കൊടുത്താൽ എന്തുണ്ട് കുറ്റം? പക്ഷെ ഞാൻ അങ്ങയുടെ മുന്നിൽ വെച്ച് നിന്ദ്യകർമ്മം ചെയ്യരുതല്ലോ. ദുര്യോധന അയാൾക്ക് ഇഷ്ടമുള്ളത് ചെയ്യട്ടെ, ഞാൻ സർവ്വതും അനുവദിക്കുന്നു എന്ന് പറഞ്ഞു. അപ്പോൾ കൃഷ്ണൻ ധൃതരാഷ്ട്രോടാണ് പറയുന്നത് ഇങ്ങനെ, എനിക്ക് എന്ത് വേണമെങ്കിലും അവരെ ചെയ്യാം, പക്ഷെ ഞാനത് ചെയ്യുന്നില്ല, അവരവരുടെ ഇഷ്ടം പോലെ ചെയ്യട്ടെ എന്ന് പറഞ്ഞു. വീണ്ടും ധൃതരാഷ്ട്ര വിതുരരെ അയച്ച് ദുര്യോധനെ നിർബന്ധമായി സഭയിലേക്ക് വിളിച്ചു വരുത്തി. അയാളുടെ ഗൂഢാലോചനയുടെ പാപതയെയും അസാധ്യതയെയും വരിച്ച് കടുക്കെ ശകാരിച്ചു. കൃഷ്ണനെ പിടിച്ചു കെട്ടാമെന്ന് വിചാരിക്കുന്നത് വലിയ ആപത്താണ് എന്ന് ധൃതരാഷ്ട്ര മകനെ ഉപദേശിച്ചു. സുയോധന, താങ്കൾ അറിവില്ലാതെ, കൃഷ്ണൻ വീണ്ടും പറയാണ്, അറിവില്ലാതെ ഞാൻ ഒറ്റയ്ക്കേ ഉള്ളൂ എന്ന് കരുതി എന്നെ കയറിപ്പിടിച്ച് കെട്ടാമെന്ന് വിചാരിക്കുകയാണല്ലോ. എന്നാൽ ഇവിടെ തന്നെയുണ്ട് പാണ്ഡവരെല്ലാവരും, അന്ധകവൃഷ്ണികളും ഇവിടെ തന്നെയുണ്ട്. മഹർഷിമാരോടൊപ്പം ആദിത്യരും രുദ്രരും വസുക്കളുമുണ്ട് എന്ന് ഉറക്കെ ഒന്ന് പൊട്ടിച്ചിരിച്ചു. ആ ചിരിയിൽ പെരുവിരലോളം പോന്ന ദേവന്മാർ മിന്നൽ വടിവിൽ പുറത്തു ചാടി. അദ്ദേഹത്തിൻ്റെ നെറ്റിയിൽ ബ്രഹ്മാവ്, മാറിടത്തിൽ രുദ്രൻ, കൈകളിൽ ലോകപാലന്മാർ, വായിൽ അഗ്നി എന്നിവരുണ്ടായി. വലങ്കയിൽ നിന്ന് അർജുനനും ഇടങ്കയിൽ നിന്ന് ബലരാമനും ആവിർഭവിച്ചു. പിൻപുറത്ത് നിന്ന് ഭീമയുധിഷ്ഠിര നകുല സഹദേവന്മാരും മുൻപുറത്ത് നിന്ന് പ്രത്യുമ്നാദികളായ അന്ധക വീരന്മാരും ആയുധമേന്തി പുറപ്പെട്ടു. അദ്ദേഹത്തിൻ്റെ പല കൈകളിൽ ശംഖചക്ര ഗദാശക്തി ശാർഗലാങ്കല നന്ദന അധ്യായുധങ്ങൾ കത്തിജ്വലിച്ച് കാണായി. കണ്ണ്, മൂക്ക്, ചെവി എന്നിവയിൽ നിന്ന് രോമക്കുഴികളിൽ നിന്നും തീനാളങ്ങൾ പാളി. രാജാക്കന്മാരൊക്കെ പേടിച്ച് കണ്ണ് ചിമ്പി. ദ്രോണർ, ഭീഷ്മർ, വിതുരർ, സഞ്ജയൻ, ഋഷിമാർ എന്നിവരൊഴികെ അവർക്ക് അദ്ദേഹം ദിവ്യദൃഷ്ടി നൽകി. ദേവദുന്ദുഭികൾ മുഴങ്ങി, പുഷ്പവൃഷ്ടി ഉണ്ടായി, ഭൂമി കുലുങ്ങി, കടൽ കലങ്ങി. അപ്പോൾ
കൃഷ്ണൻ തൻ്റെ ശക്തി മുഴുവൻ അവിടെ പ്രദർശിപ്പിച്ചു, കാണിക്കുകയാണ്. അപ്പോൾ അതോടുകൂടി എന്ത് ചെയ്തു, അദ്ദേഹത്തിൻ്റെ ദിവ്യായുധങ്ങളെല്ലാം പുറപ്പെടുകയാണ്. ശംഖചക്രം തുടങ്ങി എല്ലാ ആയുധങ്ങളും പുറമേ കാണിച്ചു. രോമക്കുഴികളിൽ നിന്നും തീനാളങ്ങൾ പാറി എന്നാണ് പറയുന്നത്. രാജാക്കന്മാരൊക്കെ പേടിച്ചു പോയി ഇത് കണ്ടിട്ട്. ദ്രോണരും ഭീഷ്മരും വിതുരരും സഞ്ജയനും അദ്ദേഹം ദിവ്യദൃഷ്ടി കൊടുത്തു. അതുകൊണ്ട് അവർക്ക് ഭയമുണ്ടായില്ല, ഋഷിമാർക്കും എന്ന് പറഞ്ഞു. എന്നിട്ട് കൃഷ്ണൻ എല്ലാവരോടുമായി പറഞ്ഞു, കുരുസദസ്സിൽ എന്താണ് നടന്നതെന്നും ആ വങ്കൻ കോപിച്ച് പലതവണ എഴുന്നേറ്റ് പോയത് നിങ്ങളെല്ലാവരും കണ്ടതാണല്ലോ. താൻ ഒന്നിനും ആളല്ലെന്ന് ധൃതരാഷ്ട്ര രാജാവും പറയുന്നു. ഞാൻ നിങ്ങളോടൊക്കെ വിട ചോദിക്കുന്നു. യുധിഷ്ഠിരൻ്റെ അടുക്കലേക്ക് പോകട്ടെ. കൃഷ്ണൻ നേരെ അച്ഛൻ പെങ്ങളുടെ അടുക്കൽ ചെന്ന് അഭിവാദ്യം ചെയ്ത് കുരുസഭയിൽ നടന്നതെല്ലാം കേൾപ്പിച്ചു. താനിനി പാണ്ഡവരോട് ചെന്ന് അമ്മയുടെ വാക്കായി എന്താണ് പറയേണ്ടതെന്ന് ചോദിച്ചു. കുന്തി പറഞ്ഞു, കേശവ, ധർമാത്മാവായ യുധിഷ്ഠിരനോട് പറയൂ. ഉണ്ണി, നിന്റെ ധർമ്മം വല്ലാതെ ക്ഷയിക്കുന്നു. വല്ലാതെ കളയതൊല്ല. ചങ്ങത ഉരുവിട്ട് മന്ദനായ ഓന്തൻ്റേതുപോലെ നിന്റെ ബുദ്ധി ധർമ്മത്തെ മാത്രമേ നോക്കുന്നുള്ളൂ. ബ്രഹ്മാവ് നിന്നെ എന്തിനു സൃഷ്ടിച്ചുവോ ആ ധർമ്മം നോക്കുക. ബാഹുക്കളിൽ നിന്ന് ജനിച്ച ക്ഷത്രിയർ കയ്യൂക്ക് കൊണ്ട് കഴിഞ്ഞുകൂടേണ്ടവനും പ്രജാപാലനം ചെയ്യേണ്ടവനുമാകിയാൽ ക്രൂരകർമ്മത്തിന് ചുമതലപ്പെട്ടവനാണ്. ഞാൻ വൃദ്ധന്മാർ പറഞ്ഞു കേട്ടിട്ടുണ്ട്. പണ്ട് രാജർഷിയായ മുചുകുന്ദന് വൈശ്രവണൻ ഈ ഭൂമി കൊടുത്തുവത്രേ. അദ്ദേഹം അത് വാങ്ങിയില്ല. ഞാൻ എൻ്റെ കയ്യൂക്ക് കൊണ്ട് നേടി വാണുകൊള്ളാമെന്ന് പറഞ്ഞതുപോലെ തന്നെ പ്രവർത്തിക്കുകയും ചെയ്തു. അപ്പോൾ കുന്തി പറയുകയാണ്, ബലഭോജനം ആണ് തപസ്, ശൗര്യം, പ്രജാസന്തതി, മഹാത്മ്യം, ബലഭോജനം, ഇതൊക്കെയാണ് ഞാൻ എന്നും നിനക്ക് ആശംസിക്കുന്നത്. ബലം കൊണ്ട് നേടി ഭുജിക്കുകയാണ് രാജാവിൻ്റെ ധർമ്മം എന്നാണ് കുന്തി പറയുക, അല്ലാതെ യാചിച്ച് നേടുകയല്ല. അതുകൊണ്ട് നീ നിൻ്റെ ധർമ്മം മനസ്സിലാക്കി യുദ്ധം ചെയ്ത് നിനക്ക് വേണ്ടത് നേടിയെടുക്കണം എന്ന് പോയി പറയണം എന്നാണ് പറയുന്നത്. കൃഷ്ണൻ വീണ്ടും അച്ഛൻ പെങ്ങളെ അഭിവാദ്യം ചെയ്തു പോന്നു. പിന്തുടർന്ന ഭീഷ്മാദി കൗരവരെ തിരിച്ചയച്ചു. കർണനെ വിളിച്ച് തൻ്റെ തേരിലേറ്റി യാത്ര തിരിച്ചു. തേരിൽ വെച്ച് കൃഷ്ണൻ കർണനോട് പറഞ്ഞു, രാധേയ, നിങ്ങൾ പാണ്ഡവരുടെ സഹോദരനാണ്, അവരോടൊപ്പം ചേരുക. നിങ്ങൾക്ക് കുന്തിയുടെ മൂത്ത പുത്രനാണ് പാണ്ഡവൻ, മനസ്സിലാക്കട്ടെ. അവർ5 പേരും അങ്ങി അവരുടെ മക്കളും എന്ന് വേണ്ട അവിടെ വന്നിട്ടുള്ള രാജാക്കന്മാരും അന്ധകവൃഷ്ണികളും എല്ലാം താങ്കളുടെ കാലഭിവാദ്യം ചെയ്യും. അവർ ഒത്തുചേർന്ന് താങ്കളെ രാജാവായി അഭിഷേചിക്കും. യുധിഷ്ഠിരൻ യുവരാജാവായിരിക്കും. ഭീമസേനൻ താങ്കൾക്ക് കുട പിടിക്കും. അർജുനൻ തേർതെളിക്കും. അപ്പോൾ 6-ാം ഊഴത്തിൽ ദ്രൗപദി താങ്കളെ പ്രാപിക്കും. അതുകൊണ്ട് താങ്കൾ പാണ്ഡവരോടൊപ്പം ഒന്നിച്ചു ചേരുക എന്ന് പറഞ്ഞു. കർണൻ പറഞ്ഞു, കേശവ, സംശയമില്ല. താങ്കൾ സൗഹാർദ്ദം കൊണ്ടാണിത് പറയുന്നതെന്ന് എനിക്ക്, ശ്രേയസ് വരുത്താൻ വേണ്ടിയാണ് പറയുന്നതെന്ന് എനിക്കറിയാം. പക്ഷെ താൻ ഒരിക്കലും എന്തു ചെയ്യില്ല, കൗരവനെ വിട്ടു വരില്ല, ദുര്യോധനെ വിട്ടു വരില്ല എന്ന് പറഞ്ഞു. ഞാൻ ദുര്യോധനോടൊപ്പം തന്നെ നിൽക്കും എന്ന് പറഞ്ഞു. എന്നിട്ട് പറയുകയാണ്, അർജുനൻ എന്നെ കൊല്ലുമെന്നും എനിക്കറിയാം. അതിനാൽ ഈ യുദ്ധത്തിൽ ക്ഷത്രിയവംശം മുടിയാൻ വേണ്ടതെല്ലാം ചെയ്തോളൂ. മലകളും ആറുകളും നിലനിൽക്കുന്ന കാലത്തോളം ഇതിൻ്റെ കീർത്തിയും നിലനിൽക്കും. താങ്കൾ പോയി മന്ത്രം വെളിപ്പെടുത്താതെ അർജുനനെ എന്നോട് നേരിടുവാൻ കൂട്ടിക്കൊണ്ടുവരൂ എന്ന് പറയുകയാണ്. അപ്പോൾ ഇവിടെ മന്ത്രം താങ്കൾ നേരത്തെ പറയുന്നുണ്ടല്ലോ, മന്ത്രം താങ്കൾ വെളിപ്പെടുത്താതിരിക്കുന്ന ഹിതമെന്ന് ഞാൻ വിചാരിക്കുന്നു. ഇവിടെ പറയുന്നുണ്ട്, എതിരിടാൻ എന്നെ വരിച്ചുമിരിക്കുന്നു. ഇവിടെ യുദ്ധത്തിന് ഒരുക്കം കൂട്ടിയതും എന്നെ ആശ്രയിച്ചാണ് ദുര്യോധനൻ പാണ്ഡവരോട് മത്സരിച്ചതും ഈ യുദ്ധത്തിന് ഒരുക്കം കൂട്ടിയതും. അർജുനനോടുള്ള ദ്വൈരത്വത്തിൽ എതിരിടുവാൻ എന്നെ വരിച്ചുമിരിക്കുന്നു. പിന്നെ അദ്ദേഹത്തോട് അനർത്ഥം പ്രവർത്തിക്കാൻ ഞാൻ ആളല്ല. എന്നല്ല, ഞാനിനി അർജുനനോട് ഇരുതേ രംഗത്തിന് നിന്നില്ലെങ്കിൽ അത് ഞങ്ങൾ 2 പേർക്കും അകീർത്തി ഉണ്ടാക്കും. താങ്കൾ ഹിതം പറഞ്ഞു തരേണ്ടത് തന്നെ. താങ്കൾ പറഞ്ഞതെല്ലാം പാണ്ഡവർ അനുസരിക്കുകയും ചെയ്യും. പക്ഷേ ഈ മന്ത്രം താങ്കൾ വെളിപ്പെടുത്താതിരിക്കുകയാണ് ഹിതമെന്ന് ഞാൻ വിചാരിക്കുന്നു. കാരണം ഞാൻ കുന്തിയുടെ മൂത്ത പുത്രനാണെന്നറിഞ്ഞാൽ ധർമാത്മാവ യുധിഷ്ഠിരൻ രാജ്യം സ്വീകരിക്കുകയില്ല. ഇതൊരിക്കലും, ഈ രഹസ്യം, ഈ മന്ത്രം ഒരിക്കലും അങ്ങ് അവിടെ പറയരുത് എന്നാണ്. ഈ മന്ത്രം വെളിപ്പെടുത്താതെ അർജുനനെ കൂട്ടിക്കൊണ്ടുവരൂ, എന്നോട് യുദ്ധം ചെയ്യാൻ പ്രാപ്തനാക്കൂ എന്നാണ്. അങ്ങനെ രണ്ടാമത് പറയാനുള്ള ഭേദോപായത്തിന് പഴുതടച്ചുകൊണ്ട് കർണൻ വിരമിച്ചു. കൃഷ്ണൻ ഭീഷണിയൊക്കെ പറഞ്ഞു, പക്ഷേ കർണൻ അതിനൊന്നും വഴങ്ങിയില്ല. പിന്നെ കൃഷ്ണ ഉടനെ സാരഥിയോട് വേഗം എന്ന് പറഞ്ഞുകൊണ്ട് പാണ്ഡവരുടെ അടുക്കലേക്ക് പോയി. കർണനും വഴങ്ങാതായപ്പോൾ നേരെ സ്വർഗത്തിൽ ഒത്തുചേരാം എന്ന് പറഞ്ഞുകൊണ്ട്
എന്ത് ചെയ്തു? കർണൻ മടങ്ങിയപ്പോൾ കൃഷ്ണൻ നേരെ പാണ്ഡവരുടെ അടുക്കലേക്ക് പോയി. ഇനിയാണ് കുട്ടിക്കൃഷ്ണന്മാരാർ ഗാന്ധിയുമായിട്ട് ഇതിനെ താരതമ്യപ്പെടുത്തുന്നത്. ഇത് ദൂത് പറയുന്ന ഭാഗം മാത്രം വിവരിക്കുന്നു. മഹാഭാരതത്തിൽ ദൂത് പറയാൻ പോകുന്ന ഭാഗം, കർണനെ കണ്ട് കർണൻ പാണ്ഡവരുടെ സഹോദരനാണെന്ന് അറിയിക്കുന്ന ഭാഗം, ഈ രഹസ്യം ഈ മന്ത്രം അവരോട് വെളിപ്പെടുത്താതെ എന്നോട് യുദ്ധം ചെയ്യാൻ പറയണം എന്ന് കർണൻ മറുപടി പറയുന്ന ഭാഗം, അങ്ങനെ ആ രഹസ്യം പറഞ്ഞു കഴിഞ്ഞാൽ ഒരിക്കലും പാണ്ഡവാദികൾ തന്നോട് യുദ്ധം ചെയ്യില്ലെന്നും, അതുപോലെ തന്നെ അങ്ങനെ യുദ്ധം ചെയ്യാൻ വന്നാൽ തന്നെ ധർമ്മപുത്രർ ഒരിക്കലും രാജ്യം കൈക്കൊള്ളുകയില്ലെന്നും കൃഷ്ണനോട് കർണൻ പറയുന്നു. അതെല്ലാം കഴിഞ്ഞിട്ട് അത് കഴിഞ്ഞതിന് ശേഷം പിന്നെ കുട്ടിക്കൃഷ്ണന്മാരാർ ഗാന്ധിയെയും കൃഷ്ണനെയും തമ്മിൽ താരതമ്യപ്പെടുത്താണ്. ഭാരതയുദ്ധത്തിൽ കൗരവരെയും തൽപരക്കാരെയും മാത്രമല്ല, പാണ്ഡവർ 5 പേരൊഴികെ സർവ്വവീരന്മാരെയും കൊല്ലിക്കുകയായിരുന്നു ഭഗവാൻ കൃഷ്ണൻ്റെ പരമോദ്ദേശമെന്ന ഒരു പൊതുധാരണയുണ്ട്. യുദ്ധാനന്തരം വീരന്മാർ മരിച്ചു കിടക്കുന്ന കുരുക്ഷേത്രത്തിൽ വെച്ച് ഗാന്ധാരി കൃഷ്ണനോട് തന്നെ ഇത് പറയുകയുണ്ടല്ലോ, കൊല്ലിക്ക് എത്രയും നിനക്ക് രസമടോ എന്ന് പറയുന്നുണ്ടല്ലോ. വസുവിനോ, താങ്കൾ കുരുക്കൾക്ക് നാശം വരുത്തുന്നതിനെ അങ്ങ് അറിഞ്ഞും കൊണ്ട് തടയാതിരിക്കുകയാണ് ചെയ്തത്. ക്ഷത്രിയരായി ജനിച്ച അസുരന്മാരെ കൊണ്ട് ഭൂഭാരം തീർക്കുകയാണ് കൃഷ്ണാവതാരത്തിൻ്റെ ഫലമെന്ന ഭാഗവതന്മാരുടെ മതം ഈ പൊതുധാരണയെ പുഷ്ടിപ്പെടുത്തുകയും ചെയ്യുന്നു. കൃഷ്ണൻ്റെ അവതാരം തന്നെ ഈ ദുഷ്ടന്മാരെ നിഗ്രഹിക്കുകയാണ് എന്ന് ആണല്ലോ പറയുന്നത്. എന്നാൽ നേരെ മറിച്ച് കുരുപാണ്ഡവർ തമ്മിൽ ശമമുണ്ടാക്കുന്നതിലായിരുന്നു കൃഷ്ണൻ്റെ അഭിനിവേശം മുഴുവനെന്ന് നാം ഇവിടെ കാണുന്നു. വിദുഷനെ ആവശ്യപ്പെടുന്നതിന് മുമ്പ് തന്നെ ഭഗവാൻ അപകടത്തിലായ ഇക്കാര്യം നേരെയാക്കുവാൻ ഹസ്തിനപുരത്തിലേക്ക് ചെല്ലാൻ ഉദ്ദേശിച്ചു. പിന്നീട് പാണ്ഡവരോടും വിതുരരോടും പറഞ്ഞ വാക്കുകൾ ഈ പൃഥ്വീനാശം ആവുമെങ്കിൽ കൂടാതെ കഴിപ്പാൻ തനിക്കുള്ള അത്യുത്സുകം വെളിപ്പെടുത്തുകയുണ്ടായി. തൻ്റെ അഭിലാഷ സാധിപ്പാൻ വേണ്ടി അദ്ദേഹം കുരുസഭയിൽ നിഷ്കപടമായി മനുഷ്യഭാഷയ്ക്ക് സാധിക്കുന്നത്ര ശക്തവും മധുരവുമായ രീതിയിൽ സാമം കൊണ്ടും ദുര്യോധനെ കുരുക്കളെ കൊണ്ട് തന്നെ പിടിച്ചു കെട്ടിക്കാൻ സുവിദഗ്ധമായ ഭേദം കൊണ്ടും ശ്രമിച്ചു നോക്കുകയും ചെയ്തു. പക്ഷെ സാധിക്കുമെന്ന് ഏറെയൊന്നും പ്രതീക്ഷിക്കപ്പെട്ടിരുന്നുമില്ല. വിധിവശാൽ അണഞ്ഞു കിടക്കുന്ന സർവനാശത്തെ ആ യോഗീശ്വരൻ മറ്റാരെക്കാളും നന്നായി കണ്ടിരിക്കണം. വിധിയുടെ കർമ്മം ചെയ്യുവാൻ താൻ ഒരു വിധത്തിലും ആളല്ലെന്ന് അദ്ദേഹത്തിന് അറിയുകയും ചെയ്യാം. എങ്കിലും അത് അനിവാര്യമായ വിധിയാണെന്ന് വെച്ചടങ്ങാതെ അതിനോട് പൗരുഷം കൊണ്ട് ആവും വിധമെല്ലാം എതിർത്ത് നിന്നു എന്നതിലാണ് ഇവിടെ മാഹാത്മ്യം ഇരിക്കുന്നത്. അദ്ദേഹത്തിന് അറിയാം എന്താണ് സംഭവിക്കാൻ പോകുന്നതെന്ന്. അത് അറിഞ്ഞുകൊണ്ടാണ് അദ്ദേഹം ദൂത് പറയാൻ പോയത്. അതായത് തൻ്റെ പൗരുഷം കൊണ്ട് ചെയ്യാൻ പറ്റുന്നതെല്ലാം ചെയ്യാം എന്ന് അദ്ദേഹം വിചാരിച്ചു. അതാണ്. മറ്റൊരു വശത്ത് നിന്ന് നോക്കിക്കാണാം. യുദ്ധം തുടങ്ങിയാൽ പിന്നെ യുധിഷ്ഠിരൻ പറഞ്ഞതുപോലെ കലി മാത്രമേ ഉള്ളൂ. കൃഷ്ണൻ കർണനോട് പറഞ്ഞ പോലെ കൃതമോ ത്രയമോ ദോപരമോ ഇല്ല എന്ന് വെച്ചാൽ എന്ത് ചെയ്താലും ശത്രുവിനെ സംഹാരം ചെയ്യുക വരൂ. തനിക്കാടത്തം മാത്രമേ ഉള്ളൂ, ധർമ്മചിന്തയില്ല എന്നർത്ഥം. അപ്പോൾ കാടത്തത്തിന് പ്രേരണ നൽകാതിരിക്കുന്ന തനിക്ക് അതിനെ കഴിയുമെങ്കിൽ ഒഴിഞ്ഞു വെപ്പാനുള്ള തീവ്രാഭിനിവേശം, ചത്തൊടുങ്ങാൻ പോകുന്ന വീരക്ഷത്രിയരോടും അവരെ രക്ഷിക്കപ്പെടേണ്ടുന്ന സ്ത്രീബാല വൃദ്ധ ബഹുളമായ പ്രജാസഞ്ചയത്തോടുമുള്ള അഗാധമായ അനുകമ്പ, ഇത് രണ്ടുമാണ് ഭഗവാൻ കൃഷ്ണനെ മടക്കത്തിൽ കർണൻ്റെ മുമ്പിൽ വിഡ്ഢിവേഷം പിടിക്കുവാൻ പോലും പ്രേരിപ്പിച്ചത്. കർണനോട് പോലും പോയി പറയുന്നുണ്ടല്ലോ, നീ പാണ്ഡവരോട് ഒന്നിച്ച് ചേരണമെന്ന്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ഒടുങ്ങാത്ത ദയ കൊണ്ടാണ്, സ്ത്രീകളെയും കുട്ടികളെയും വൃദ്ധന്മാരെയും കൊന്നൊടുക്കാനുള്ള അദ്ദേഹത്തിൻ്റെ മടി കൊണ്ടാണ് അദ്ദേഹം ഇത് ചെയ്തത് എന്നാണ് പറയുന്നത്. മറ്റെല്ലാവർക്കും പ്രത്യക്ഷത്തിൽ തോന്നും വിധം കർണനെ നന്ദവണ്ണം അറിഞ്ഞിട്ട് കൃഷ്ണൻ അയാളുടെ മുന്നിൽ പ്രലോഭനം വെച്ച് കാട്ടിയത് വിഡ്ഢിവേഷം കെട്ട തന്നെ. എങ്കിലും അത് അപഹാസ്യമല്ല ഒരിക്കലും, ഒരു വിധത്തിലും. ആണെങ്കിൽ അത് അപഹാസ്യത അദ്ദേഹം കുരുസദസ്സിൽ വെച്ച് പ്രയോഗിച്ച സാമത്താലും ഭേദത്തിലും ഉണ്ടെന്ന് വരും. അവയും ദുര്യോധനൻ്റെ ദൃഢനിഷ്ഠയിലേശാതെ പാഴാകുകയാണല്ലോ ഉണ്ടായത്. വാസ്തവത്തിൽ ദുരുദ്ദേശത്തോടെ ചെയ്ത ഉപായപ്രയോഗം ഫലിക്കാതെ പോകുമ്പോഴേ അപഹാസ്യതയുള്ളൂ. ഇവിടെയാകട്ടെ ഭഗവാന്റെ ഉദ്ദേശം പരമോത്കൃഷ്ടമാണ്. ഭൂമിയെ ദരിദ്രവും ദുർബലവുമാക്കാനിരിക്കുന്ന മഹായുദ്ധം കൂടാതെ കഴിപ്പാനാണ് അദ്ദേഹം ഉദ്ദേശിച്ചത്. അത് ഒഴിവാക്കുന്നതിന് തന്നാലാവും വിധം പ്രയത്നിക്കാനാണ് അദ്ദേഹം ഉദ്ദേശിച്ചത്. അതിൽ വരുന്ന അപഹാസ്യത എത്ര വലിയ അപഹാസമായാലും അദ്ദേഹത്തിന് അത് പ്രശ്നമല്ല എന്നാണ്. അപ്പോൾ യുദ്ധസന്നാഹം ഒഴുകിയ ഈ ഘട്ടത്തിലുണ്ടായ ദൗത്യയാത്രയെ ഇന്ത്യയുടെ സ്വാതന്ത്ര്യലാഭഘട്ടത്തിൽ ബംഗാളിൽ ഹിന്ദുക്കളും മുസ്ലിങ്ങളും തമ്മിൽ നരഹത്യ നടത്തുന്നതിനെ ശാന്തമാക്കുവാൻ വേണ്ടി ഗാന്ധിജി നവഖലിയിൽ സഞ്ചരിച്ചതിനോട് താരതമ്യപ്പെടുത്തി നോക്കേണ്ടതാണ്. കൗരവസഭയിലെ മുഴുവൻ രാജാക്കന്മാരും ഒരുമ്പെട്ട് വന്നാലും തന്നോടൊന്നും കൂടില്ലെന്ന ധൈര്യം കൃഷ്ണനുണ്ടായിരുന്നു. അതൊരു മിഥ്യാഭിമാനമായിരുന്നില്ലെന്ന് അദ്ദേഹം സംഗതിവശാൽ കാണിക്കുകയുമുണ്ടായി. ഗാന്ധിജിയാകട്ടെ ഒരു എളിയ മുളവടിക്കാരനാൽ പോലും ആക്രമിക്കപ്പെടാവുന്ന നിലയിലാണ് അങ്ങോട്ട് പോയത്.
എന്നിരിക്കലും താൻ അദൃശ്യനാണെന്ന ബോധം, താൻ തൊടാൻ പോലും സാധിക്കാത്ത ആളാണെന്ന ബോധം കൃഷ്ണൻ എത്രത്തോളം ഉണ്ടായിരുന്നുവോ അത്രത്തോളമോ അതിലധികമോ അത് ഗാന്ധിജിക്കും ഉണ്ടായിരുന്നിരിക്കണം. കാരണം താൻ വധിക്കപ്പെടുകയാണെങ്കിൽ അതൊരു നഷ്ടമാകുമെന്ന് അദ്ദേഹം കരുതിയില്ലല്ലോ. ഇക്കാര്യത്തിൽ ഈ ഇതിഹാസ പുരുഷന്മാർ തമ്മിൽ വ്യത്യാസം ഇത്രമാത്രമാണ്: ഹിംസാശക്തിയും അഹിംസാശക്തിയും. അതത്രേ ആ ദ്വാപരയുഗ മഹാത്മാവിൽ നിന്ന് ഈ കലിയുഗ മഹാത്മാവിൽ കാണുന്ന പുരോഗതി. അതായത് ഗാന്ധിജിയിൽ കാണുന്ന പുരോഗതി എന്ന് പറഞ്ഞാൽ അഹിംസയുടെ പുരോഗതിയാണ്. കൃഷ്ണൻ്റെ ഹിംസയുടെ പുരോഗതിയായിരുന്നു. രണ്ടുപേരും സർവനാശത്തിൽ നിന്ന് ഭൂമിയെ രക്ഷിക്കാനാണ് ശ്രമിച്ചത്. അപ്പോൾ ആ ശ്രമത്തിൽ ഒരാൾ വിജയിച്ചു, മറ്റേയാൾ പരാജയപ്പെട്ടു. അപ്പോൾ അഹിംസയുടെ വിജയമാണ് നമ്മളിവിടെ കാണുന്നത്, ഹിംസയുടെ പരാജയവും. ആ ദൂതിൽ കൃഷ്ണൻ്റെ ഹിംസാത്മകമായ ദൗത്യം പരാജയപ്പെട്ടു. കാരണം കൃഷ്ണൻ അറിയാം ഇതാണ് സംഭവിക്കാൻ പോകുന്നത്. പിന്നെ പൗരുഷമായിട്ടുള്ള കാര്യം ചെയ്യുക എന്നുള്ളത് മാത്രമാണ് കൃഷ്ണൻ ഉദ്ദേശിച്ചത്. ഗാന്ധിജിക്ക് പക്ഷേ താൻ അദൃശ്യനാണെന്നുള്ള ബോധമില്ല. തന്നെ ആൾക്കാർ ഉപദ്രവിക്കാതിരിക്കുമെന്നോ തന്നെ തൊടാൻ പറ്റാത്ത ആളാണെന്നോ ഒന്നും ബോധം ഗാന്ധിജിക്കില്ല. പക്ഷേ അദ്ദേഹത്തിൻ്റെ ഉള്ളിൽ കിടക്കുന്ന അഹിംസ അല്ലെങ്കിൽ ആ സാത്വികത, അദ്ദേഹത്തിൻ്റെ ഉള്ളിലുള്ള ആ സാത്വികമായ ഭാവം അദ്ദേഹത്തിന് കൃഷ്ണനോളം തന്നെ മനോബലം കൊടുത്തു. ആ നവഖലി ഗ്രാമത്തിലൂടെ ഇറങ്ങി നടന്ന ഹിന്ദു മുസ്ലിം മൈത്രിക്ക് വേണ്ടി യാചിക്കാൻ എന്നാണ് പറയുന്നത്. അതാണ് ആ കലിയുഗ മഹാത്മാവും ദ്വാപരയുഗ മഹാത്മാവിൽ നിന്ന് കലിയുഗ മഹാത്മാവിൽ കാണുന്ന പുരോഗതി. അതായത് ഗാന്ധിജിയിൽ കാണുന്ന പുരോഗതി എന്ന് പറയുന്നത് അഹിംസയുടെ പുരോഗതിയാണ് എന്നാണ് ഈ ഭാഗത്ത് കുട്ടിക്കൃഷ്ണമാരാരെ വ്യാഖ്യാനിക്കുന്നത്. പിന്നെ കൃഷ്ണൻ ദൂത് പറയാൻ പോകുമ്പോൾ കൃഷ്ണൻ്റെ ഉള്ളിലുള്ള അഗാധമായ വാത്സല്യവും അനുകമ്പയുമാണ് വെളിപ്പെട്ട് വരുന്നത് എന്നും വെളിവാക്കുന്നുണ്ട്. അതുകൊണ്ടാണ് തന്നാൽ കഴിയുന്നതിൻ്റെ പരമാവധി ചെയ്യാമെന്നും കർണൻ്റെ മുമ്പിൽ പോലും അപഹാസ്യമാവിധം താഴ്ന്നു കൊടുക്കുകയും ചെയ്യുന്നതിൻ്റെ കാരണം ഈ ആൾക്കാരോടുള്ള അബാലവൃദ്ധം ജനങ്ങളോടുമുള്ള അനുകമ്പയാണ്, ഭഗവാന്റെ അനുകമ്പയാണ് എന്നാണ് മാരാർ ഭഗവത്ദൂത് എന്ന് പറയുന്ന ലേഖനത്തിൽ പറയുന്നത്. അടുത്ത 2 അഭിവാദ്യങ്ങൾ എന്ന് പറയുന്ന ലേഖനമാണ് കേട്ടോ, അത് നാളെ പറയാം.